ശുദ്ധനായ കുഞ്ഞിനെ, ആണാകട്ടെ പെണ്ണാവട്ടെ, അതിനെ പരുവപ്പെടുത്തുന്നതിൽ, രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ്. ആ കുഞ്ഞ് കേടുവരുന്നതിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്ന രണ്ടാള് അവന്റെ ഉപ്പയും ഉമ്മയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ കൂട്ടുകെട്ടിനെ കുറിച്ച് ഗൗരവമായി അവന്റെ മതത്തിലായിരിക്കും അവൻ എന്നും പറയുന്നു. ശരിക്കും നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വിഷയം പൂർത്തിയാവുകയാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ഖുർആനിലെ 32-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ആത്മാവിനെ നിങ്ങളിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. കേൾവിയും കാഴ്ചയും തന്നു, ചിന്താശേഷി തന്നു എന്നൊക്കെ പറഞ്ഞു അല്ലാഹ്. ഇനി സൂറത്ത് ശംസിലാകട്ടെ 7 മുതൽ 10 വരെയുള്ള വചനം, അവിടെ പറയുന്നത് തന്നെ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഈ വാചകം അവിടെയും ആത്മാവിനെ ആർ വിജയിപ്പിച്ചുവോ, ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചുവോ, സംസ്കരിച്ചുവോ, അവർ വിജയിച്ചു. ആത്മാവിനെ ആര് മലീമസപ്പെടുത്തിയോ, കേടുവരുത്തിയോ, ആരതിനെ നന്നാക്കാൻ ശ്രമിച്ചില്ലയോ, ആരതിനെ എല്ലാ ലുൽമു കൊണ്ടും അതിനെ നശിപ്പിച്ചുവോ, അവർ പരാജയപ്പെടുകയും ചെയ്തു. ഈ വിജയവും പരാജയവും ഒന്നുകൂടെ കേട്ടുനോക്കിക്കേ. നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ടുനോക്കിയേ. ഒരു കുഞ്ഞ് ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു, യാതൊരു കേടുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു അവനെ സൃഷ്ടിക്കുന്നു, തെല്ലും അള്ളാഹു അവനോട് അനീതി കാണിക്കുന്നില്ല. പിന്നെ അള്ളാഹു ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? ആരുടെ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ രക്ഷിതാക്കൾക്കുള്ള പ്രാധാന്യം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൺകുളിർമ അത് സ്വന്തം മക്കൾ നന്നായി കാണുന്നതിലുള്ളതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അത് എല്ലാ ആളുകൾക്കും കിട്ടും. എന്തുകൊണ്ടാണ് അത് നശിച്ചു പോകുന്നത്? ഈ മേഖലയിൽ ചിന്തയില്ലാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതായത് ഒന്ന്, കുട്ടി ശുദ്ധപ്രകൃതിയാണ്. അവനെ നന്നാക്കുന്നതിലും അവനെ കേടുവരുത്തുന്നതിലും മാതാപിതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ട്. അതുപോലെ ഉമ്മ മദ്രസത്തുന, ഉമ്മ പാഠശാലയാണ്. ഇത്രയും ഭാഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കുക. എന്നിട്ട് നമ്മളുടെ സ്വഭാവം കൊണ്ട്, നമ്മളുടെ ഇടപെടലുകളില്ലാത്തത് കൊണ്ട്, നമ്മൾ വേണ്ടത്ര മക്കളുടെ കാര്യത്തിൽ പരിഗണിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ കേടുവരുന്നുണ്ടോ? ആളുകൾ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യം എന്താ? ഞാൻ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയായി. അധിക രക്ഷിതാക്കളും പറയുന്നൊരു വാചകമാണ്, ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെയായി, എൻ്റെ മോനെ ഇങ്ങനെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം വിജയിക്കില്ല. അതുകൊണ്ട് മാത്രം അത് നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുവരാൻ കഴിയില്ല. ആരാണ് ശരിക്കും മാതൃക? ഞാൻ അതിന് ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ബലിപെരുന്നാള് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടീനോട്, ആൺകുട്ടീനോട് പറഞ്ഞു എന്ന് വിചാരിക്കാം, മോനെ ഞാൻ നിന്നെ ബലിയിറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു. അത് മകനെ വിളിച്ചിട്ട് പാപ്പ പറയാണെന്ന് വിചാരിക്കുക, മോനെ നിന്നെ ഞാൻ ബലിയിറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ല അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് മകനോട് പറഞ്ഞു. നമ്മൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും നമ്മുടെ മക്കളെ വിളിച്ചിട്ട്, ഒരു ആൺകുട്ടിനെ വിളിച്ചിട്ട്, അത്യാവശ്യം ശരീരത്തിന് തൂക്കമുള്ള ഒരുത്തനെ വിളിച്ചിട്ട് നിന്നെ ഞാൻ ബലിയിറക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അവൻ പറയാൻ എന്തറിയോ? ഓൻ ശരിക്കും പറയാ എന്താന്ന് വെച്ചാൽ, കള്ളക്കാക്ക നിങ്ങളെ തട്ടാന് കൊട്ടേഷനായിട്ട് ഞാനവിടെ വരുന്നുണ്ട്. നമ്മുടെ മകൻ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എന്നെ ക്ഷമാലുവായി കാണാം, ഉപ്പ നിങ്ങൾ അറുത്തോളൂ എന്ന് വൈകാരികമായി ആത്മാർത്ഥമായി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ പറയൂ. നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, കേരളം നമുക്കറിയാവുന്ന ആരും ആയിക്കോട്ടെ, അയാളുടെ മകനോട് പറഞ്ഞാൽ എന്നാ ബാപ്പ അത് നടപ്പാക്കിക്കോളൂ എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് പറയൂ? പറയില്ല എന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സും പറയുന്നത്. എന്നാ പിന്നെ എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനെ എതിർക്കാതെ അത് സമ്മതിച്ചതും ബാപ്പ അത് നടപ്പാക്കിക്കോളൂ
ഉടനെ കഴുത്തൻ്റേത് അറുക്കൂ ബാപ്പ എന്നാണ്. ആ പാട്ട് എത്ര ആള് കേട്ടതാണ് അല്ലേ? നമ്മളെല്ലാവരും അത് കേട്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം? ഞാൻ ചിന്തിച്ചൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. എന്റെ ചിന്ത മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ആ മകൻ സമ്പൂർണമായ സംതൃപ്തിയോടെ ബാപ്പാനോട് അത് നടപ്പാക്കാൻ പറയുന്നതും മിനാക്കുന്നിലേക്ക് ആ ബാപ്പാന്റെ കൂടെ കയ്യും പിടിച്ചു വളരെ സന്തോഷത്തോടെ വളരെ വേഗതയിൽ പോകുന്നത് ടൂർ കാണാനല്ല, ടൂർ പോകാനല്ല, ഷോപ്പിംഗ് മാളിൽ പോകാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോളറുടെ കളി കാണിക്കാൻ ബാപ്പ കയ്യും പിടിച്ചു കൊണ്ടുപോവുകയല്ല, കഴുത്ത് കത്തി വെക്കാനാ കൊണ്ടുപോകുന്നത്. ഈ കഴുത്ത് കത്തി വെക്കാൻ ബാപ്പ കൊണ്ടുപോവുകയാണ് എന്ന് അറിഞ്ഞിട്ടും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നത് നുണയല്ലല്ലോ, ഉറപ്പായിട്ടൊരു വലിയ സത്യല്ലേ? എന്തുകൊണ്ടായിരിക്കാം ആ മകൻ ആ ബാപ്പാനോട് അങ്ങനെ പറയുന്നത് എന്നതിന് ഖുർആനികമായി ഞാൻ നിരീക്ഷിച്ചൊരു നിരീക്ഷണം പറയാം. ഒന്ന്, ജനിച്ചു വീണ അന്നു മുതൽ വളരെ പ്രായമുള്ളൊരവസ്ഥയിലാണ് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടിനെ കിട്ടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുട്ടിനെ കിട്ടുന്നത്. ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്ത് പോകണം, സമയമില്ലാത്തതുകൊണ്ട്. എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരേ ഇല്ല ഖുർആനിൽ. എനിക്ക് കുട്ടികളെ തരണേ എന്ന് ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? ഈ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച നബിമാരെ ഓർമ്മയുള്ളവരൊന്ന് പറ. ഈ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒന്നോ രണ്ടോ നബിമാരുടെ പേര് പറഞ്ഞോളി. ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒറ്റ നബിയും ഉണ്ടെന്ന് കേട്ടവരാണ് നമ്മളൊക്കെ. പക്ഷെ കുട്ടികളെ തരണേ നല്ല പ്രാർത്ഥിച്ച റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്നാണ്. ആ പദം ഉപയോഗിക്കാത്ത ഒറ്റ നബിയില്ല. നമ്മള് 5-6 കൊല്ലം കല്യാണം കഴിഞ്ഞ കുട്ടികളിൽ ഒരു കുട്ടിനെ ഏതെങ്കിലും ഒരു വക്ക് പൊട്ടിയതാണെങ്കിൽ ഒരു കുട്ടിനെ കിട്ടിയത് എന്നാണ് നമ്മൾ പറയുന്നത്. സത്യല്ലേ? നമ്മൾ ശരിക്കും ആലോചിക്കുക. കല്യാണം കഴിക്കുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ശരിക്കും ഇസ്ലാമിന്റെ നിയമം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചോദിക്കണം എന്താണ്? ഒരിക്കലും കുട്ടി ഉണ്ടാകൂല എന്ന് ബോധ്യപ്പെട്ടേ, ഭൗതികമായി ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ട ആളാ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അദ്ദേഹം അള്ളാഹിനോട് പറയുന്നത്, ഞാൻ നിന്നോട് ദുആ ഇറക്കുന്നതിൽ നിരാശനയല്ല. നമ്മളൊന്ന് ചിന്തിച്ചു. ബോധപൂർവമാണ് അവർ ജീവിച്ച്. നമ്മളാരും ബോധപൂർവം ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു അവയിലിങ്ങനെ തുടർന്നു, നമ്മൾക്ക് എവിടുന്നോ എന്തോക്കെ കിട്ടി, അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോകുന്നു. അതിന്റെ ഭാഗമായതുകൊണ്ട് അതിന്റെ ഭാഗമായി തുടരുന്നു. അതിലുപരി ഓരോ മൈക്രോ സെക്കൻഡിലും ഒരു ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർ എന്ന നിലയിൽ ഓരോ ചലനത്തിലുമുള്ള ഇസ്ലാമിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിന്റെ കൂടെ പോയത്? ഒന്ന്, ആ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ്. 90 കഴിഞ്ഞു എന്നും 80 ചില്ലാനം വയസ്സ് കഴിഞ്ഞു എന്നും 2 റിപ്പോർട്ടുകൾ കാണാം. 30-ാം അധ്യായം 100-ാമത്തെ ആയത്താണ് അദ്ദേഹം അള്ളാഹിനോട് കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടി. ആ കുട്ടിനെ അറക്കണമെന്നാണ് പറയുന്നത്. അവിടെ സമ്പൂർണമായ മകനെ അനുസരിക്കാനുള്ള ഒരു കാരണം ഞാൻ പറയാം. ഇവിടെ ഒരുപാട് മക്കളും ഉണ്ടാവും, കുട്ടികളൊക്കെ അവിടെ പുറത്ത് കളിക്കുന്നുണ്ട്. ഇവിടെ രക്ഷിതാക്കൾ മാത്രമാണ് കൂടി. നമുക്കും ഉണ്ടായിരുന്നല്ലോ ഉപ്പ. ഇപ്പൊ എന്റെ ഉപ്പ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഉപ്പാന്റെ കുട്ടിക്കാലം കണ്ടു വളർന്ന ഒരാളാണ്. ഞാൻ ഇന്നും അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല. പ്രവാചകന്മാർക്ക് ശേഷം, സ്വഹാബത്തിന് ശേഷം എൻ്റെ ഉപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ബാപ്പയോളം ഉയരാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. 7 മക്കളെ ഞങ്ങൾ 7 മക്കൾക്കും ബാപ്പാനെ ഏതെങ്കിലും ഒരു നിലയിൽ പൂർത്തീകരിച്ച് ബാപ്പാനെ മറികടക്കാൻ ഞങ്ങൾക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഞാൻ ഒരു വേള അസൂയയോടുകൂടി കണ്ടൊരു പൗരനും കൂടിയാണ് എൻ്റെ ഉപ്പ. സത്യത്തിലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിറാജും പ്രസംഗി സദസ്സിൽ ഉപ്പ ഉണ്ടായിരുന്നു. അപ്പൊ ഉപ്പാന്റെ ഒരു വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനും കൂടി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, മുഹമ്മദ് മുസ്തഫ, ഖത്തറിലാണ്, വർഷങ്ങളായി. അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു, ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഇത്ര സന്തോഷമുള്ള ഒരു മുഖപ്പാക്ക് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ 2 മക്കളെയും ഒന്നിച്ച് കാണുകയും ഒരു വേദി കാണുകയും ചെയ്തതിൽ ഒരു ഖുറത്ത അഅ്യുനിൻ എന്ന കൺകുളിർമയായിരിക്കാം. ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉപ്പ അത് പറഞ്ഞേക്കാം എന്ന്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ ആരെ കാണുന്നു? ഇബ്രാഹിം നബിയെ കാണുന്നു. ഇതാണ് എന്റെ പോയിന്റ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ കാണുന്നു. ഇബ്രാഹിം നബിയുടെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡിലും അനുധാവനം ചെയ്യുന്ന സദ്ഗുണമല്ലാതെ ഒന്നും ഈ മകന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പോയിന്റ് ശരിക്കും ചിന്തിച്ചുകൊള്ളണം.
ജീവിതത്തിൽ ഒരിക്കലും എന്താ എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു നബിയായിട്ട്, നമ്മൾ എൻ്റെ ഒപ്പം ഒരു പ്രഭാഷകനായിട്ട് എന്താ എൻ്റെ ഒപ്പം ഇങ്ങനെ എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും പലരെ കുറിച്ചും. ഇത്രയും വലിയൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന എൻ്റെ ഉപ്പ എന്ന സെന്ററിലെ പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ട്, എന്നാലും ഉപ്പാക്ക് എന്താ ഇങ്ങനെ എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഉപ്പാനെ കുറിച്ച്, ഉമ്മാനെ കുറിച്ച്. പക്ഷെ ഇബ്രാഹിം നബിയെ കുറിച്ച് ഇസ്മായിൽ നബിക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയില്ല എന്നതാണ് എന്റെ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ നബി എന്താ ഉൾക്കൊള്ളുന്നതെന്നറിയോ? എന്റെ അപ്പന്റെ കഴുത്ത് കത്തിവെച്ച അപ്പാക്കല്ല ആത്യന്തികമായ ഹൈർ അത് എനിക്കാണ്. അങ്ങനെ എനിക്ക് ഹൈറില്ലാത്തൊരു പണിക്ക് എന്റെ അപ്പനെ കൊണ്ടുപോയി ചരിച്ചു കിടത്തൂല. ഈ ബോധ്യം ആ മകനുണ്ടായത് ഇബ്രാഹിം നബിയുടെ മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ. ഇത് മാത്രമാണല്ലേ എന്റെ പോയിന്റ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത ഖുർആൻ പരിശോധിച്ചത് ഇത് മുഴുവനും നമുക്ക് ഇന്ന് മാത്രം ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയത്തിന്റെ പ്രിന്റ് ഔട്ടാണ്. ഇത് ഞാൻ ഇവിടെ ദായിമാർക്ക് തന്നു പോകും. കാരണം ഇതിലൊരു ആയത്തിന്റെ വലിയ ക്രോഡീകരണമാണ് ഈ വിഷയമായിട്ട്. ഇതിനെ അവലംബിച്ച് ശരിക്കും എത്രയോ പ്രസംഗങ്ങൾ ചെയ്യാം. ഒരുപാട് കാലത്തെ ശ്രമത്തിന്റെ ഒരു നോട്ടാണ്. ഇവിടെ ഇങ്ങനെ ഈ വിഷയം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എടുത്തൊരു നോട്ടാണ്. ആർക്കും ചോദിക്കട്ടോ, രക്ഷിതാക്കൾക്ക് നമുക്ക് ഇതിനെ അനുധാവനം ചെയ്യാം. ഒന്ന് കോപ്പി എടുക്കാം, വാട്സാപ്പിലേക്ക് ഇട്ട് എന്നാൽ ഗ്രൂപ്പിലിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഉപകാരപ്പെടാതിരിക്കില്ല ഒരിക്കലും. അത്ര വലിയൊരു ക്രോഡീകരണമാണ്. ചരിത്ര സംഭവങ്ങളും ഉണ്ട്, ഇതൊക്കെ ഒരു കുറിപ്പുമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബാപ്പാനെ ഇത്രമേൽ മാതൃകയായത് കൊണ്ടായിരിക്കാം സ്വന്തം ബാപ്പ കഴുത്ത് കത്തിവെക്കൂന്ന് പറഞ്ഞപ്പോ അനുസരിച്ച്. ഇനി ഒരു മിനിറ്റ് എല്ലാവരും എൻ്റെ അടുത്തേക്ക് നോക്കി. അങ്ങനെ ഒരു ഉപ്പയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്? എവിടെയൊക്കെയോ ഒരു കുഴപ്പമുണ്ട് എങ്കിൽ എന്തുകൊണ്ട്? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഖത്തറ്, എൻ്റെ ഉപ്പ ഖത്തറിലെ, ഉപ്പാന്റെ പ്രായം കഴിഞ്ഞു. 60 വയസ്സാകുമ്പോൾ അവിടുന്ന് പിരിച്ചുവിടും. 60 വയസ്സാകുമ്പോൾ പിരിച്ചുവിടും എങ്കിലും ബാപ്പാക്ക് എത്ര കൊല്ലാണോ നിൽക്കേണ്ടത് അത്ര കൊല്ലവും അവിടുത്തെ ഔക്കാഫ് ബാപ്പാക്ക് ആ ജോലി അനുവദിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ ഔക്കാഫിന്റെ മുദീർ, ഞാനും എൻ്റെ അനുജനും ഞങ്ങൾ എല്ലാവരും ഉപ്പാനെ കാണാൻ വേണ്ടി ഇരിക്കെ പോയപ്പോ ചോദിച്ചു. അപ്പൊ ആ മുദീർ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഹാ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ക്യാൻസൽ ചെയ്യാത്ത ഒരാളെയാണ് കണ്ടത്, അത് നിങ്ങൾ ഉപ്പാനെയാണ്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുന്നത്ത് ആ ദുനിയാവിൽ ഇനി എന്ത് ഭൂമി കുലുക്കുണ്ടായാലും അത് ആ സമയത്ത് നടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മാതൃക കാണിക്കാൻ ഒരു ഉപ്പ ഉണ്ടെങ്കിൽ, ശരിക്കും ആൺകുട്ടികളുടെ ഒക്കെ റോൾ മോഡൽ ഉപ്പയാണ്. ഉപ്പാന അനുകരിച്ചാണ് മക്കൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന എൻ്റെ ഉപ്പയിലൂടെ. എൻ്റെ ഉപ്പ ഇവിടെ ഇല്ലല്ലോ, എൻ്റെ ഉപ്പ ഇവിടെ ഇല്ല. പക്ഷെ ഞാനൊരു മകനാണ് ഈ പറയുന്നത്. എൻ്റെ ഉപ്പാനെ കുറിച്ച് മകനാണ് പറയുന്നത്. ആ പോയിന്റാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ നബിമാരുടെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? അവരെല്ലാ കാര്യത്തിലും മാതൃകയാവുകയും ആ മാതൃക അനുധാവനം ചെയ്യാൻ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. മാതൃകയായി മൗനം ദീക്ഷിക്കുക മാത്രമല്ല, ആ മാതൃകയാവാൻ വേണ്ടി അവരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിവിടെ കച്ചവടക്കാരായിട്ടുള്ള, ബിസിനസ്സുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഭദ്രത പുലർത്തിയ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം UAE ആയിരിക്കും. കച്ചവടക്കാരെന്ന നിലയിൽ പലരും പല നാടുകളിലും പോയ ഒരാളെന്ന നിലയിൽ. നിങ്ങൾ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ സൂറത്ത് ബഖറയിലെ 132, 133 വചനം. ആ വചനങ്ങൾ ഓർത്തു വെച്ചാൽ മതി. സൂറത്ത് ബഖറയിലെ 132, 133 വചനം. അതിൽ ആദ്യമായി പറയുന്നത് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഒക്കെ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ അവരുടെ മക്കളോട് ദീൻ ഉപദേശിച്ചു. അവരോട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാലും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഇപ്പൊ നേരത്തെ ആനുകാലിക ഒരു ലോകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പർപ്പൂരിന്റെ ഒരു വാചകം പറഞ്ഞു. ഞാനും അത് വളരെ ഉൾക്കിടിലത്തോടു കൂടിയാണ് അന്ന് പർപ്പൂരിന്റെ ആ വാചകം കിട്ടുന്നത്. അതായത് ലോകത്തെവിടെ ഇറങ്ങി നടന്നാലും അനുധാവനം ചെയ്യാൻ മാതൃകകളില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ ആരാണ് മാതൃക കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു പർപ്പൂരിന്റെ പോയിന്റ്. പിന്നെ ആ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പല ആളുകളുടെ മനസ്സും കുട്ടികളെ ക്രമീകരിക്കുന്നതിലായതുകൊണ്ട് ആ പ്രസംഗത്തിൽ എന്താണ് ഞാൻ എപ്പോഴും പറയുന്നത്, സംഘാടകരോട് ആരെയും കുറ്റപ്പെടുത്തില്ല, സംഘാടകരാണ് പിന്നീട് ആ പ്രസംഗം കേൾക്കുന്നത്. കാരണം സംഘാടകരുടെ മനസ്സ് സംഘാടനത്തിന്റെ വൈഭവത്തിലായിരുന്നു. അവർ ഈ കണ്ടന്റ് ശ്രദ്ധിക്കില്ല. ഈ കണ്ടന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം വന്നവർ കണ്ടന്റ് ശ്രദ്ധിക്കും. ഒരു സംഘാടകരല്ലല്ലോ. അതുകൊണ്ട് സംഘാടകർക്ക് കുറ്റല്ല. ഞാൻ പറയുന്ന ആ പ്രസംഗങ്ങളൊക്കെ വീണ്ടും കേൾക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ
കിട്ടാനുണ്ട് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ഒരു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഒരുപാട് കച്ചവടക്കാർ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മൾ മരിക്കാൻ നേരം നമ്മുടെ മക്കളോട് നമ്മൾ എന്താ പറയുക? അത് വളരെ പ്രധാനമായ ഒരു ചിന്ത. നമ്മൾ എന്തായിരിക്കും പറയാ? ബാപ്പാന്റെ ബിസിനസ് ഉണ്ട്, അതുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇത്ര സ്വത്തുണ്ട്, അത്രയുണ്ട്, ഷാഹിനയോട് നീ ഇങ്ങനെ പെരുമാറണം, സൗദിയോട് ഇങ്ങനെ ചെയ്യണം, അവൾ കുറച്ച് ദുർബലയായ കുട്ടിയാണ്, അവളെ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ബാപ്പ പറയും. അതൊന്നും പറയരുത് എന്നല്ലോ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൂറത്ത് ബഖറയിലെ 133-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അംകുംതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണാസന്നായപ്പോ മക്കളെ മുഴുവനും തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഇതാ ബാപ്പ മരിക്കാൻ പോവാണ്, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നുള്ള കാര്യം. ഒരു ബാപ്പ ആരാകണമെന്നും ഒരു ബാപ്പ ഏറ്റവും ഗൗരവമായി മരണവേളയിൽ കാണേണ്ടത് എന്ത് എന്നും ഞാൻ ഇവിടെ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് നോക്കൂ, നിങ്ങൾ ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു പരിഭവമാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ഉള്ളൊരു പരിഭവമാണ്, അത് ഇവിടെയുണ്ട്. നമ്മളൊക്കെ തന്നെ ദീനൊക്കെ ഉള്ള താടിയൊക്കെ ഉള്ള നരാണ്ട് മോള് തുണിയെടുക്കുന്ന ആളുകളും മക്കൾക്ക് സ്കൂളിന്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മദ്രസിന് കൊടുത്തിട്ടില്ല. ഇല്ല ഉസ്താദേ, ഞാൻ സ്കൂളിനേക്കാൾ പ്രാധാന്യം മദ്രസിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇവിടെ നിന്ന് കൈബന്ധിക്കാൻ കഴിയും? ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയും, എത്ര പേർക്ക് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ. ഒരു 50-50 എങ്കിലും ആ ദുആക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മള് 50% ഭൗതികവും 50% ദീനുന്നെങ്കിലും ശരിക്കുള്ള എങ്ങനെ 90% ദുനിയാവിന്റെ വിജ്ഞാനവും 10%. ഇപ്പൊ ഞാനൊരു വീട്ടിൽ പോയിട്ട്, കേരളത്തിലെ അറിയപ്പെട്ടൊരു സെൽഫി കുടുംബത്തിൽ പോയിട്ട്, അപ്പൊ അവിടെ ഒക്കെ 5 മക്കളാണ്. 2 ഡോക്ടർ ഉണ്ട്, ഒരാൾ എഞ്ചിനീയർ ഉണ്ട്, ഒരാൾ വലിയ ബിസിനസ്സുകാരനുണ്ട്, ഒരാൾ അറബി കോളേജ് പഠിച്ച ആളാണ്. ഈ ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ എഞ്ചിനീയറും ഡോക്ടറും കാത്തിക്കുന്നത് ആരെയാണെന്നറിയോ? ബാപ്പാക്ക് 1 ലക്ഷം പോലും മുതൽ മുടക്കി പഠിപ്പിച്ചിട്ടില്ലാത്ത മോനെ കാത്തിക്കുകയാണ്. മോനെ മയ്യത്ത് നിസ്കരിക്കാൻ അറിഞ്ഞു. 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം മുടക്കി 2 ആളുകളെ ഡോക്ടറാക്കിയിട്ട് ഇത്രയും ലക്ഷം ബാപ്പ മുടക്കിയ മക്കൾക്ക് ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 4 തക്ബീറും അതിൻ്റെ ഇടയിലുള്ള ദുആവും അറിഞ്ഞ ആർക്കാണ്? അറബി കോളേജ് സ്വതന്ത്രമായിട്ട് വളർത്തിയ ആരാം കൊടുത്ത പണം കൊണ്ട് കുട്ടികൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടി പഠിച്ച് സലായോ അല്ലെങ്കിൽ സെൽഫിയോ ഒക്കെ ആയി വന്ന, അല്ലെ ഹിക്കമിയോ ഒക്കെ ആയി വന്ന ഒരു കുട്ടിനെ കാത്തിക്കുകയാണ് ആര്? 5 മക്കളുള്ള ഒരു ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് എത്രയൊക്കെ ആളാക്കി മക്കളൊക്കെ ഇങ്ങനെ വളർത്തി ബാപ്പാന്റെ മയ്യത്ത് മാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇതാ മാത്തൽ ഇൻസാനു ഇൻക തഅമലുഹു. ആ ഹദീസിലുള്ള എന്താ? 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും. അതിലൊന്നെന്താണ്? വലതുൻ സാലിഹും, ഇത് സാലിഹായ സന്താനം. എന്താ? എല്ലാ മക്കളുടെ പ്രാർത്ഥന എന്ന് പറയാതിരുന്നു, മക്കളിൽ എല്ലാ മക്കൾ. അപ്പൊ ഒരു മകൻ സ്വാലിഹാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടോ, എഞ്ചിനീയർ ആകാൻ വേണ്ടി കഷ്ടപ്പെട്ടോ, അവൻ അവിടെ കൊണ്ടാക്കി. ഇപ്പൊ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞാണ്, മറ്റേ ഇവിടെ നെതർലാൻഡിൽ ഒരു കുട്ടിനെ പഠിപ്പിക്കാൻ പോയപ്പോ നല്ലൊരു രക്ഷിതാവാണ്. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അൽമനാറിന്റെ ചീഫ് എഡിറ്റർ പോസ്റ്റിൽ ഇരുന്ന ഒരു ബാപ്പാന്റെ മകനാണ് എന്നോട് പറയുന്നത്, ഞങ്ങള് മാതാപിതാക്കളും അവിടെ പോയി കുറച്ചു കാലം അവന്റെ കൂടെ നിന്ന് അവിടെ എന്തായിരിക്കും ദീനീ സിറ്റുവേഷൻ എന്ന് നോക്കിയതിനു ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക് UAE